കഴിഞ്ഞ 2 ദിവസം ഇന്ത്യയിലാണെങ്കിലും ഗ്ലോബലി വലിയ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ 787 അത് ക്രാഷായി. അതേപോലെ തന്നെ ഇറാനുമായിട്ട് ഇസ്രായേൽ ഒരു വാർ ഡിക്ലെയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് കഴിഞ്ഞ 2-3 ദിവസം വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൻ്റെ സ്പെസിഫിക് റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഒരു അടുത്ത ബന്ധു കേരളത്തിൽ വെച്ച് മരണപ്പെട്ടു. അതിൻ്റെ ഫ്യൂണറൽ ഫങ്ഷനൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ യാത്രയുടെ ഭാഗമായിട്ടാണ് ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഹോട്ടലാണ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. ഈ പറയുന്ന അഹമ്മദാബാദിനെ പറ്റി ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇറാൻ ഇസ്രായേൽ ആ കോൺഫ്ലിക്റ്റ് അതിനെപ്പറ്റിയും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പല സുഹൃത്തുക്കളും പേഴ്സണലി ആവശ്യപ്പെട്ടു ഈ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും വരുന്നുണ്ട്. താങ്കളുടെ ഒരു അനാലിസിസ് അത്യാവശ്യമായിട്ടും കേൾക്കണം. കാരണം പലതും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതങ്ങനെയാണ്. ഈ വാറും കോൺഫ്ലിക്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ ഈ അജണ്ടയുടെ ഭാഗമായിട്ട് വ്യൂവേഴ്സിനെ പലയിടത്തോട്ടും കൂട്ടിക്കൊണ്ടു പോവുക, കുറയ്ക്കുക, കൂട്ടിക്കൊണ്ടു പോവുക, കുറയ്ക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിക്കും. ചില യാഥാർത്ഥ്യങ്ങളൊക്കെ പല ആൾക്കാരും ക്ലെയിം ചെയ്യും. ഇറാൻ ക്ലെയിം ചെയ്യും. പക്ഷേ ഇസ്രായേൽ ഒരു കാര്യം ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് ലോകത്തിന് മുമ്പ് കാണിച്ചു കൊടുക്കും. കാരണം അതെല്ലാം ഓപ്പണാണ്. ഇൻ്റർനാഷണൽ മീഡിയ മറ്റുള്ളവർക്കൊക്കെ അവരുടെ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഇസ്രായേലിൽ. പക്ഷേ ഇറാനിൽ നേരെ തിരിച്ചാണ്. അവിടെ ഇൻ്റർനെറ്റും മറ്റുള്ള സോഷ്യൽ മീഡിയ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യും. പിന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് ഈ പല ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസികൾ അതിനകത്ത് കടന്നുകൂടിയ ഇൻ്റർനാഷണൽ മീഡിയക്കകത്ത് കടന്നുകൂടിയ ഈ ഹമാസിനോടും അതായത് തീവ്ര റാഡിക്കൽ ഇസ്ലാമിനോട് താല്പര്യമുള്ള പല രീതിയിലുള്ള വാർത്തകൾ നേരത്തെയും പലപ്പോഴും വളച്ചൊടിക്കാറുണ്ട്. പിന്നീട് സത്യം അറിഞ്ഞു. അതിനുശേഷം ആ ഓർഗനൈസേഷൻ തന്നെ ഇവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾ കണ്ടു കാണും. അതായത് 2 ദിവസം കഴിഞ്ഞു ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തിട്ട് ന്യൂക്ലിയർ ഫെസിലിറ്റീസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഒരു ഭാഗത്ത് അമേരിക്ക ഇറാനുമായിട്ട് ടോക്സിൻ്റെ 6ാമത്തെ റൗണ്ട് നടക്കാൻ പോവുകയാണ്. 5 റൗണ്ടുകൾ നടന്നപ്പോഴും ഈ പറയുന്ന പോലെ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട മീഡിയേറ്റർ എന്ന് പറയുന്നത് യമനാണ്. അതായത് അമേരിക്കയ്ക്കും ഇറാനും യമനിന് വലിയ റോളൊന്നുമില്ല, നേരിട്ടാണ് ടോക്സ്. അമേരിക്ക തന്നെ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു ഈ ടോക്സ് കൊണ്ട് ഫർദറൊന്നും ഉണ്ടാകാനുള്ള പ്രതീക്ഷയില്ല. ഇപ്പം എന്താണ് ഇത് ഫർദർ? അതായത് അമേരിക്കൻ പ്രസിഡൻറ്റും അമേരിക്കൻ ഡെലിഗേറ്റ്സും ഇറാനോട് 60 ദിവസത്തെ സമയമാണ് കൊടുത്തിരുന്നത്. കറക്റ്റ് 60 ദിവസം. ഈ 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ തീരുമാനമെടുക്കണം ന്യൂക്ലിയർ വെപ്പൺസ് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 60 ദിവസം കഴിയുക. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ആ ചെറിയ രാജ്യത്തിന് അവർക്ക് അവരുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ് ഇറാൻ. പ്രത്യേകിച്ച് ന്യൂക്ലിയർ വെപ്പൺസ് വെച്ച് അതിനെ നശിപ്പിക്കും, കരിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നെപ്പോഴും അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനൊരു സന്ദർഭത്തിൽ അമേരിക്ക അവരുടെ അലയൻസ് പാർട്ട്നേഴ്സ് ഫ്രാൻസ് ആയാലും UK ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളാണെങ്കിലും സൗദി ആണെങ്കിലും UAE ആണെങ്കിലും അവർക്കെല്ലാം തന്നെ ഇറാൻ്റെ ഈ ന്യൂക്ലിയർ പ്രോഗ്രാമിനോടും പരിപാടിയോടും പൂർണ്ണമായിട്ട് എതിർപ്പാണുള്ളത്. പിന്നെ മറ്റൊരു സംഭവമുണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. ഈ പറയുന്ന ഹമാസിൻ്റെ ഓപ്പറേഷൻ ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും മറ്റു പല പ്രോക്സി ആണെങ്കിലും ഇതിൻ്റെയൊക്കെ പിറകിൽ നിന്ന് പ്രവർത്തിച്ചതും പണം കൊടുത്തതും ട്രെയിനിങ് കൊടുത്തതും വെപ്പൺസ് കൊടുത്തതും ഒക്കെ ഇറാൻ തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്ന മാറ്റർ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 30 വർഷം കൊണ്ട്
ഇസ്രായേലി ഗവൺമെൻറ് ആണെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു ആണെങ്കിലും സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമുണ്ട്. ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് ഇസ്രായേലിന് ഡയറക്റ്റ് പൊട്ടൻഷ്യൽ ത്രെട്ടാണ്, ഇതിനെ ഫർദർ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. പക്ഷേ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇപ്പോൾ ബൈഡനായിരുന്നു ട്രംപിന് മുമ്പ് പ്രസിഡൻ്റായത്. അപ്പോൾ ഇറാൻ ഇസ്രായേലിലോട്ട് കയറി വെപ്പൺസ് വിടുന്നു, പ്രൊജക്ടൈൽസ് വിടുന്നു, മിസൈൽസ് വിടുന്നു, ഡ്രോൺ വിടുന്നു. ഇപ്പോൾ തിരിച്ചടിക്കാൻ ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കാം എന്ന് ബൈഡൻ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് കർശനമായ നിബന്ധനകൾ വെച്ചു. ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ അറ്റാക്ക് ചെയ്യരുത്. രണ്ടാമത് പറഞ്ഞു ഇറാൻ്റെ പവർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്യരുത്. ഇറാൻ്റെ അതേപോലെ ഓയിൽ ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്യരുത്. അവിടെ പറഞ്ഞിരുന്ന സംഭവമാണ് ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം നിങ്ങൾക്ക് അടിച്ചിടാം, അതേപോലെ ഇറാൻ്റെ ലോങ് റേഞ്ച് മിസൈൽ ആ ഫെസിലിറ്റി നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യുക. പ്രധാനമായിട്ടും ഇസ്രായേൽ അന്ന് ശ്രമിച്ചത് ഏകദേശം 2.5-3 മണിക്കൂർ അവർ പൂർണ്ണമായിട്ട് ശ്രമിച്ചത് ഇറാൻ്റെ ഈ റോക്കറ്റ് ലോഞ്ചേഴ്സും അതേപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റം. ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം മുഴുവനും റഷ്യൻ സാധനമാണ്. പിന്നെ പഴയ രീതിയിലുള്ള ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ഫയർ ചെയ്യുക, കാരണം അത് ഇലക്ട്രോണിക് വാർഫെയർ അല്ല, നോർമലായിട്ടുള്ള. അപ്പം അതിന് വലിയ കാര്യമൊന്നുമില്ല, കാരണം അത് ഇപ്പോഴത്തെ കാലത്ത് എഫക്റ്റീവ് അല്ല. എയർ ഡിഫൻസ് സിസ്റ്റം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇപ്പം അമേരിക്കയുടെയിലുണ്ട്, ഇസ്രായേലിൻ്റെയിലുണ്ട്, അതേപോലെ റഷ്യൻ സാധനമായ S-300 ഉണ്ട്, പിന്നെ മറ്റ് പല എയർ ഡിഫൻസ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചാണ് ഇറാന് അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, കാരണം ശരിക്കും ഫോഴ്സുള്ള ആൾക്കാരാണ്, റിസർവ് ഉണ്ട്, അല്ലാത്ത ആക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, IR ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുണ്ട്. ഇപ്പം ഇവിടെ ആ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കൂടെ പാർഷ്യലായിട്ടുള്ള അറ്റാക്കാണ്. പക്ഷേ വീണ്ടും ന്യൂക്ലിയറുമായിട്ട് ടോപ്പിക്സിൽ പോകുന്നു. നേരത്തെ ഒബാമ കൊണ്ടുവരുന്ന ഇറാനുമായിട്ടുള്ള ന്യൂക്ലിയർ ഡീല് ഇതിന് മുമ്പ് ട്രംപ് വന്നു കഴിയുമ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നു. അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷനും അമേരിക്കൻ ഗവൺമെൻറ്റും ഇസ്രായേലിന് അനുകൂലമായിട്ട് നിൽക്കുന്നു. പിന്നെ ഗ്ലോബലായിട്ടുള്ള ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സിറ്റുവേഷനും വളരെ ടർമോയിലാണ്. കാരണം ഒരു കാരണവശാലും റഷ്യ ഇറാനെ സഹായിക്കുന്നില്ല, കാരണം റഷ്യ ഉക്രൈനുമായിട്ട് എൻഗേജ്ഡാണ്. ചൈന ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന വെപ്പൺസ് പോലും സഹായിക്കുന്നൊന്നുമില്ല, കാരണം അമേരിക്കയോടുള്ള ഭയം. പിന്നെ ഇവർക്ക് ഇറാന് കിട്ടാവുന്ന സപ്പോർട്ട് ബേസ് എന്ന് പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അവർ സ്ഥിരമായിട്ട് വീരവാദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് തകർക്കും, ഇത് തകർക്കും, അതിനെ ചലഞ്ച് ചെയ്യും, ഇതിനെ ചലഞ്ച് ചെയ്യും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, പല ആവർത്തി ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇറാൻ്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സംപൂജ്യമാണ്. അവർക്ക് ഈ പറയുന്ന പോലെ ത്രൂ ഔട്ടായിട്ട് കുറച്ച് ഡ്രോൺസും വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഈ ഡ്രോൺസും, പിന്നെ ഈ പറയുന്ന ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത് അതും വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അത് 100, 200, 300 ഇങ്ങനെ വിടാൻ സാധിക്കും എന്നല്ലാതെ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ ഇറാൻ ഹമാസ് അനുകൂലികൾ അവർ സാറ്റലൈറ്റ് ചാനലാണെങ്കിലും മറ്റുള്ള യൂട്യൂബ് വെറുതെ വിഡ്ഢിത്തരം വെച്ചുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഹിസ്ബുള്ളയെ നശിപ്പിച്ചു, ഹൂത്തികളെ ഒരു പരുവത്തിലാക്കി. ഹമാസ് എന്ന് പറയുന്ന സംഭവം അതിന് തലവനില്ലാതാക്കി. ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ്. കാരണം 2-3 ദിവസം മുമ്പ് ഇൻ്റർനാഷണൽ മീഡിയ ആൾക്കാരെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് പല തുരങ്കങ്ങളിലും പലയിടത്തും കൊണ്ടുപോയി. ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് കിടക്കുന്ന ടണലുകളിൽ കൊണ്ടുപോയിട്ട്, കാരണം പല ഡെഡ് ബോഡികളും പല ഹോസ്റ്റേജസിൻ്റെ ഡെഡ് ബോഡികളൊക്കെ കിട്ടി. അപ്പോൾ അതിനകത്ത് നിന്ന് കൃത്യമായിട്ട് ഗ്ലോബൽ സ്ട്രാറ്റജിക് അനലിസ്റ്റുകൾ പറയുന്നുണ്ട്, ഏതാണ്ട് ഹമാസ് ഒരു 90% തീർന്നു പോയി. അപ്പോൾ ഹമാസ് പറയുന്നു കുട്ടികളെ കൊന്നു, അവരെ കൊന്നു. ഇവരൊക്കെ ബേസിക്കലി കൂടുതലും കൊല്ലപ്പെട്ട ഹമാസിൻ്റെ ഈ പറയുന്ന തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കവചമായിട്ട് ഇന്ന് ചില സ്ത്രീകളും, ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തത്, കുട്ടികളും ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അവരും അതിനിടയ്ക്ക് കൊല്ലപ്പെട്ടിട്ടുണ്ട്.
അതായത് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് ഇത് പറയുന്നത്, ഇറാനുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ അടി ഇപ്പോൾ തുടങ്ങിയേക്കുന്നത് ഒരു 10 ദിവസത്തോളം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതോടുകൂടി ഒക്ടോബർ 7 എന്താണ് ഹമാസ് തുടങ്ങി വെച്ചത്, ഇതോടുകൂടി മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഈ പ്രശ്നം തൽക്കാലത്തേക്ക് വരാൻ പോകുന്ന 10 വർഷത്തേക്ക് ഇസ്രായേലിനെതിരെ ഒറ്റ രാജ്യം പിന്നെ അനങ്ങാൻ പറ്റത്തില്ല. പ്രോക്സീസ് ഉണ്ടാകത്തില്ല, ന്യൂക്ലിയർ വെപ്പൺസ് തീർന്നു പോകും. ഇതാണ്, അതായത് ഇപ്പോഴുണ്ടാകുന്ന ഈ വാറ് ഒരു 7, 8, 10 ദിവസം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഫർദറായിട്ടൊരു എസ്കലേഷൻ നടക്കാൻ പോകുന്നില്ല. അതായത് ചരിത്രപരമായിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ കൊടുത്തിരിക്കുന്ന അടി, അതായത് കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 200ഓളം എയർക്രാഫ്റ്റുകൾ, അതായത് ഇസ്രായേലി എയർക്രാഫ്റ്റുകൾ. മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിനാകെയുള്ള ഫൈറ്റേഴ്സ് ഏകദേശം 342 എണ്ണമാണ് ലൈവായിട്ടുള്ളത്. അതിൽ 200 എണ്ണമാണ് 2 ദിവസം മുമ്പുള്ള ഓപ്പറേഷൻ ആദ്യം പങ്കെടുക്കുന്നത്. അവരുടെ ടാർഗറ്റുകൾ 100 എണ്ണമായിരുന്നു. 100 എണ്ണത്തിൽ ഏറ്റവും കൂടുതലധികം ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആയിരുന്നു. കാരണം പലയിടത്തും എൻറിച്ച് യുറേനിയം പലയിടത്തും കൊണ്ടുവന്നിട്ട് അവർ എത്രത്തോളം, അത് ഏകദേശം 450ഓളം കിലോയോളം പല രീതിയിൽ ഇതിനെ മാറ്റിയെടുത്ത് അതിനെ കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ഒരാഴ്ച കൊണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്ന രീതിയിലോട്ട് ഇതങ്ങ് മാറി. ഇത് ഞാൻ പറഞ്ഞൊന്നുമല്ല, ഇത് ആറ്റോമിക് റിസർച്ച് ഏജൻസി തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു വാച്ച് ഡോഗാണ് ഇൻ്റർനാഷണലി, അവർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നതിൻ്റെ അരികിലോട്ട് പോയി. അവിടെയാണ് അമേരിക്ക ഇറാൻ ടോക്സ് വരുന്നത്. അത് ഫെയിലിയറായി പോകുന്നു. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഹിസ്ബുള്ളയെ ഇസ്രായേൽ തൊലച്ചത്, നശിപ്പിച്ചത്. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇറാൻ തന്നെ സമ്മതിച്ചു അവരുടെ ടോപ്പായിട്ടുള്ള 8ഓളം സീനിയർ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ അവർ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഒന്ന്, ഇറാൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള, അതായത് നമ്മുടെ സീനിയർ എന്ന് പറയുമ്പോൾ സൂപ്പർ സീനിയർ, അവരാണ് പട്ടാളത്തിൻ്റെയും അവിടുത്തെ IRGC എല്ലാം തീരുമാനിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ലെവലിലുള്ള, അതായത് ഇസ്രായേലി വേർഷൻ പറയുവാണെങ്കിൽ അവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 24ഓളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ഒരു ഭാഗത്ത് കൊല്ലപ്പെടുന്നു, അവരുടെ പട്ടാളത്തിൻ്റെ ഉന്നത അധികാരികൾ മറ്റൊരു ഭാഗത്ത് കൊല്ലപ്പെടുന്നു. അതേപോലെ അവരുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അതായത് ഇന്ത്യയുടെ അജിത് ഡോവൽ പോലെയുള്ള ഒരാൾ, അയാളെയും കൊന്നു. കാരണം അയാളാണ് ഇറാന് വേണ്ടി അമേരിക്കയുമായിട്ട് നെഗോസിയേഷൻ നടത്താൻ പോകുന്ന ടീമിലെ സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് പറയുന്ന ആൾ. ഇപ്പം ഇത്രയും പേര് തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇറാൻ്റെ സേന എന്ന് പറയുന്നത്, അതായത് അവർ ഈ പറയുന്ന കേരളത്തിലുള്ളവരൊക്കെ വീരവാദം അടിക്കുന്ന പോലെ അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ ഒരു ഭാഗത്ത് തട്ടിപ്പോയി. അവിടുത്തെ സീനിയറായിട്ടുള്ള പട്ടാളത്തിൻ്റെ ഓഫീസേഴ്സ്, ജനറലും ചീഫ് ഓഫ് സ്റ്റാഫും, അതേപോലെ IRGCയുടെ സീനിയർ കമാൻഡേഴ്സും ഡെപ്യൂട്ടി കമാൻഡേഴ്സും കൊല്ലപ്പെട്ടപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഫോഴ്സ്, അതായത് ആംഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഹെഡ്ലെസ് ചിക്കൻ, അതായത് അങ്ങനെ വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കും. അതായത് ചിക്കൻ എടുത്തു കഴിയുമ്പോൾ തലയില്ലാത്ത ഒരു കോഴി പോലായി മാറി. അതിൻ്റെ വാക്കിൻ്റെ യൂസേജ് എങ്ങനെ? കാരണം പിന്നീട് ഇവർക്ക് 2ാമത്തെ ലെവലിലുള്ള ഓഫീസേഴ്സിനെ കൊണ്ടുവന്ന് ഈ ചാർജ് ഏറ്റെടുക്കാൻ കിട്ടുന്നൊരു ടൈമാണ്. കാരണം മനസ്സിലാക്കേണ്ട ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇവരെന്താണ് ചെയ്തത്? ഇസ്രായേൽ വളരെ വർഷമായിട്ടിത് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. കഴിഞ്ഞ 6-7 മാസം കൊണ്ട് അവരിതിൻ്റെ പുറകിലാണ്, മൊസാദാണെങ്കിലും. അപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നത്, ഈ മൊസാദിലുള്ള ഏകദേശം 1000-ൽ പരം ആൾക്കാർ, അതിൻ്റെ കമാൻഡോസ് ഉണ്ട്, അവർ ഇറാൻ്റെ അകത്ത് കയറി. സെയിം ലൈക്ക് ഉക്രൈൻ റഷ്യ നടത്തിയ ഓപ്പറേഷൻ പോലെയാണ് നടത്തിയിരിക്കുന്നത്. ഇവരതിൻ്റെ അകത്തുനിന്ന് ഈ ഇസ്രായേലിൻ്റെ പല ഡ്രോൺസും പരിപാടികളെല്ലാം പല ലോറികളിലാക്കി ഇത് ഈ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി, അവിടെ ഈ ആൾക്കാർ താമസിക്കുന്ന
അവരുടെ ക്യാമ്പസുകളുണ്ട്. അതേപോലെ പട്ടാളത്തിൻ്റെ സീനിയർ ഓഫീസേഴ്സ് അവർ താമസിക്കുന്ന ക്യാമ്പസുകളുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഇസ്രായേലി എയർഫോഴ്സുകൾ ഇറാൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സൈമൾട്ടേനിയസ്ലി ഈ ഒഫീഷ്യൽസ് താമസിക്കുന്ന കോംപ്ലക്സ് ഉണ്ട്, അതായത് വെൽ സെക്യൂർഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ഉണ്ട്, വളരെ കുറച്ച് ദൂരെ വെച്ച് അവിടെയുള്ള ഈ താമസിക്കുന്ന ബിൽഡിങ്ങുകൾ ഓരോന്നായിട്ട് അടിച്ചും കിട്ടും. അങ്ങനെയാണ് ഇത്രമാത്രം ഇറാനിയൻ ഡിഫൻസ് ഓഫീസേഴ്സ് കൊല്ലപ്പെടുന്നത്. അതേപോലെ തന്നെ ഇറാന് പൊട്ടൻഷ്യലായിട്ടുള്ള ത്രെട്ട് ഉണ്ടായിരുന്നു. അവരുടെ സീനിയർ ആയിട്ടുള്ള പല പട്ടാളത്തിൻ്റെ ഓഫീസേഴ്സ് ആണെങ്കിലും ഈ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആണെങ്കിലും ഇവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇറാൻ കാണിച്ചൊരു ബ്ലണ്ടർ സംഭവമുണ്ട്. ഒരു ബ്ലണ്ടർ വെച്ചാൽ ഭൂലോക ബ്ലണ്ടർ അവർ കാണിച്ചു. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം IRGT സുലൈമാനി എന്ന് പറയുന്ന ആൾക്കാർ ഈ അമേരിക്ക തട്ടുന്നു, പല ആൾക്കാർ ഇസ്രായേൽ തട്ടുന്നു. എന്നിട്ട് ഇവരുടെ താമസമില്ല കഴിഞ്ഞ 3-4 മാസം കൊണ്ട് ഒരു പ്രത്യേക കോംപ്ലക്സിൽ കൊണ്ടുവന്നിട്ട് ഹൈ സെക്യൂരിറ്റി സോണായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്നു. അതേപോലെ ഇസ്മായിൽ ഹാനിയ ഹമാസിൻ്റെ നേതാവിനെ തട്ടിയതിനെ തുടർന്ന്, കാരണം ഇറാൻ്റെ അകത്ത് മുഴുവനും മൊസാദിൻ്റെ ആൾക്കാരായി. ഇറാൻ പട്ടാളത്തിനകത്തും ഓഫീസേഴ്സിൻ്റെ അകത്തും മൊസാദിൻ്റെ ആൾക്കാർ പെനട്രേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഈ പട്ടാള ഓഫീസേഴ്സ് എവിടൊക്കെ മൂവ് ചെയ്താലും അതിൻ്റെ എല്ലാ മൂവ്മെൻറ്റും ഇസ്രായേൽ അറിയാൻ പറ്റും. കാരണം ഫിസിക്കൽ ഇൻ്റലിജൻസ് ആണ് ഏറ്റവും കൃത്യമായിട്ടത് വർക്കൗട്ട് ചെയ്തത്. അതേപോലെ തന്നെ അവർ ചെയ്തൊരു പരിപാടിയാണ് പൊട്ടത്തരം അവർ കാണിച്ചിരിക്കുന്നത്. ഈ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ പല ഭാഗത്തായിട്ടാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പല ആൾക്കാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തും ഇറാൻ്റെ അകത്തും കൊല്ലാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരെയും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ക്യാമ്പസുകളിൽ കൊണ്ടുവന്നിട്ട് അവിടെ താമസിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു വലിയ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ഒക്കെ എടുത്തിട്ട് ഈ സ്പെസിഫിക് പ്രത്യേകം ഇൻഡിപെൻഡൻറ്റ് വീടുകളാണെങ്കിൽ ഇത്രയും ആൾക്കാർ കൊല്ലപ്പെടില്ലായിരുന്നു. അവിടെ കൊണ്ടുവന്നിട്ട് അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു അവരുടെ ഫാമിലിയായിട്ട്. ഇതൊക്കെ പറയുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇസ്രായേൽ അത് ഹാൻഡിൽ ചെയ്ത് കോംപ്ലക്സ് അടിച്ച ദൂരെ കളഞ്ഞു. അങ്ങനെയാണ് ഇത്രയും ആൾക്കാർ ഇറാൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ ദ എക്കണോമിസ്റ്റ് ആണെങ്കിലും ചില ഇൻ്റർനാഷണൽ ന്യൂസ് മാഗസിൻസ് ഒക്കെ പറയുന്നത് ഇവരുടെ സയൻറ്റിസ്റ്റുകളുടെ ഒരു നല്ലൊരു വിഭാഗത്തിന് തൊലച്ച് കളഞ്ഞ് നാശമായിപ്പോയി. അതേപോലെ പട്ടാളത്തിന് പല ഓഫീസേഴ്സ് അവർ നാശമായിപ്പോയി. ഇതിനെ തുടർന്നുള്ള ഭയം ഉണ്ടാകുന്നത് ഇനി ആരും ഈ പട്ടാളത്തിലാണെങ്കിലും ഈ സയൻറ്റിസ്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ ഗതി ഇതായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. പിന്നീട് ഇത്രയും സാധനം നശിപ്പിക്കുകയും ഇത്രയും ഓഫീഷ്യൽസിനെയും ഇത്രയും വെരി ഗുഡ് ഏറ്റവും ടാലൻ്റ് ആയിട്ടുള്ള മാൻ പവറിനെ നശിപ്പിച്ചു കഴിഞ്ഞപ്പം ഈ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സ്ഥിതി ഈ ഹെഡ്ലെസ് ചിക്കൻ, അതായത് ആ വാക്കിൻ്റെ അർത്ഥം, അതായത് തലയില്ലാത്ത ചിക്കൻ പോലായി മാറി. പിന്നെന്ത് ചെയ്യും? ഇതാണ് ചോദ്യം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മുമ്പിലൊന്നും അടിക്കാനുള്ള കേപ്പബിലിറ്റി ഇറാനൊന്നും ഒരു കാരണവശാലും കൈവരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസ് കൊണ്ടുവന്ന് അതിനെ മാച്ച് ചെയ്യാൻ ശ്രമിച്ചത്. അവർക്കറിയാം അവരുടെ പട്ടാളത്തിനും അവരുടെ സൈനിക ശക്തിക്കും എക്യുപ്മെൻസിനും ഇസ്രായേലിനോട് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ പേരിൽ അവർ പല പ്രോക്സീസിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് മനസ്സിലാക്കുക, ഓരോന്നായിട്ട് ഇസ്രായേലിൽ നിന്ന് തൊലച്ച് നാശമാക്കി. അതായത് പൂർണ്ണമായിട്ടും അത് ഭയങ്കര സക്സസ്ഫുൾ റേറ്റാണ് ഈ സംഭവം. അത് കഴിഞ്ഞ് കേരളത്തിലെ മലയാളം മീഡിയയിലൊക്കെ വരുന്നൊരു വാർത്തയുണ്ട്, ഈ ഇസ്രായേലിൻ്റെ എയർക്രാഫ്റ്റ് ഒരു വെടിവെച്ചിട്ടു. ഇതൊക്കെ ചുമ്മാ ബേസ്ലെസ് ആൻഡ് നോൺസെൻസ്. കാരണം ഇറാൻ്റെ കയ്യിൽ അതിനുള്ള വെപ്പൺസ് ഇല്ല, പിന്നെ എങ്ങനെ ഫയർ ചെയ്യുന്നേ? എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് അവരുടെ കയ്യിലില്ല. അതെല്ലാം നശിപ്പിച്ച് തൊലച്ച് നാശമായി കളഞ്ഞു. കാരണം അതിൻ്റെ പേരിലാണ് എന്ത് ചെയ്തു? ഈ മൊസാദ് അതിൻ്റെ അകത്ത് കയറിയിട്ട് അതിൻ്റെ വളരെ അടുത്ത് നിന്നുകൊണ്ട് അവർ ഡ്രോൺ വെച്ച് അടിച്ചിട്ടു. ഈ ഡ്രോൺ ഉപയോഗിച്ച ഡ്രോണുകൾ എന്താണ്? അത് ജാമർ മാത്രമല്ല, അത് സൂയിസൈഡ് ഡ്രോൺ ആണ് ബേസിക്കലി. ഇത് അതിൻ്റെ ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ട് ഇറാൻ പറയുന്നത് ഞങ്ങൾ ഫ്ലൈറ്റ് അടിച്ചിട്ടു. ഫ്ലൈറ്റ് എവിടെ അടിച്ചിട്ടത്? ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റിന് ഡാമേജോ അവരുടെ പൈലറ്റോ
പിടിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അത് പൂർണ്ണമായിട്ടും പറഞ്ഞേനെ. അവരത് ഒളിച്ചു വെക്കേണ്ട ആവശ്യം, കാരണം ഇൻ്റർനാഷണൽ ഭയങ്കരമായിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്ന സംഭവമായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാറിനകത്ത് പല കാര്യങ്ങളും ക്ലെയിംസും അൺക്ലെയിംസും ഒക്കെ വരാം. പക്ഷെ ചില കാര്യങ്ങളൊന്നും ആർക്കും മാറ്റിവെക്കാൻ പറ്റത്തില്ല, ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം പൊളിഞ്ഞു വീഴും, സത്യമായിട്ട് പിന്നീട് തെളിയും. ആ ഫർദർ അതിനെ പറ്റിയുള്ള കാര്യം ഞാൻ പറയുന്നത് ഇത് തെറ്റായ സംഭവമാണ്. ഇസ്രായേലിൻ്റെ ഫ്ലൈറ്റ് അടിച്ചിട്ടു, അവരുടെ സൂയിസൈഡ് ഡ്രോണാത്. ആ ഡ്രോൺ അവിടെ പോയിട്ട് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെയും ഈ പറയുന്ന അവരുടെ പല അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചോ, അതായത് പട്ടാള സീനിയർ ഓഫീഷ്യൽസും ബ്യൂറോക്രാറ്റ്സ് അതേപോലെ തന്നെ സയൻറ്റിസ്റ്റുകളൊക്കെ അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സൂയിസൈഡ് ഡ്രോൺസ് ആണ്. അത് പല മാഗസിൻസ് മീഡിയയ്ക്ക് അത് കൃത്യമായിട്ട് വരാൻ തുടങ്ങി ഏതൊക്കെ സംഭവമാണെന്ന് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. വരാനുള്ള 3-4 ദിവസത്തിനുള്ളിൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ടും പടമായി മാറി. ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെയും വീഡിയോ ചെയ്യാം. കാരണം എങ്ങനെയായിരിക്കും ഫർദർ ഈ വാറിൻ്റെ എസ്കലേഷൻ എന്ന് പറയുന്നത്, അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും സ്റ്റാൻഡ് എന്തായിരിക്കും സൗദി അറേബ്യ UAE അവരേത് രീതിയിലാണ് നോക്കിക്കാണുന്നത്, എങ്ങനെയായിരിക്കും ഫർദർ ഇസ്രായേൽ ഈ പറയുന്ന അറേബ്യൻ രാജ്യത്ത് സൂപ്പർ പവറായി മാറാൻ പോകുന്നതിൻ്റെ ചില സിംറ്റംസും ലക്ഷണവും കാണാൻ തുടങ്ങി. കാരണം ഇറാൻ നശിച്ചു കഴിഞ്ഞാൽ ഇറാനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുക എല്ലാ രീതിയിലും. പക്ഷെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. കൂടുതൽ നശിപ്പിച്ച് കഴിഞ്ഞാൽ ഓയിൽ എന്ന് പറയുന്നത് ഭയങ്കര കൺട്രോൾ ചെയ്യാത്ത രീതിയിൽ അതിന് വില കൂടും. അത് ഗ്ലോബൽ മാർക്കറ്റിനെ ഒക്കെ ബാധിക്കും. പക്ഷെ അവിടെ ഒരു ബിസിനസ് ഉണ്ട്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ അടുത്ത വീഡിയോയിൽ പറയാം.